ഹലോ, ഗുഡ് ഈവനിങ്. അവിട്ടം പ്രത്യേക പരിപാടികളാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. നമ്മൾ തിരുവോണ ദിവസം കന്യാകുമാരിയിലാണെങ്കിൽ പിറ്റേ ദിവസം ഇവിടെയുള്ള ഒന്ന് ഫെയറിലും എല്ലായിടത്തും ഇറങ്ങാൻ വെച്ചു. ഓണം പ്രമാണിച്ച് ഓണം അവതാർ വന്നിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ മോശമല്ലേ? അവതാർ സിനിമയോടുള്ള എൻ്റെ ഇഷ്ടം കണ്ടിട്ടാണ് ഞാൻ ഇവിടെ എന്തായാലും പോകണമെന്ന് വിചാരിച്ചത്. അങ്ങനെ അകത്തോട്ട് കയറിയപ്പോഴത്തേക്കും അവതാറിലുള്ളതുപോലെ നിറയെ ലൈറ്റ് ഫിറ്റിംഗ് ഒക്കെ ഉണ്ട്. അടിപൊളിയായിരുന്നു, നല്ല ഭംഗിയുണ്ട് കാണാൻ. കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടം. പക്ഷേ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അവതാർ അറിയുമോയെന്ന് ചോദിച്ചാൽ എല്ലാ കുട്ടികൾക്കൊന്നും അറിയില്ല. എൻ്റെ മക്കൾ കുഞ്ഞായതുകൊണ്ട് അവർക്ക് രണ്ടെണ്ണത്തിന് അവതാറിനെക്കുറിച്ച് അത്ര വലിയ നോളജൊന്നുമില്ല. എന്തായാലും ഇത് കണ്ടപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നി. കാരണം കാണാൻ നല്ല രസമുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ പതുക്കെ പതുക്കെ നടന്ന് നീങ്ങി ഞാൻ കുറച്ച് വീഡിയോസെല്ലാം എടുത്തു. അവതാറിലുള്ള കുറേ ജീവികളെല്ലാം ഇല്ലേ, അതിൻ്റെ എല്ലാം ഉണ്ട്. പിന്നെ അവതാറിലെ നമ്മളുടെ ഈ മരമില്ലേ, എന്തായിരുന്നു മരത്തിൻ്റെ പേര്, മറന്നുപോയല്ലോ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അതുണ്ട്. പിന്നെ ആർക്കിയോറ്റെറിപ്സ് പോലത്തെ ഒരു ജീവി ഉണ്ടല്ലോ, അതുണ്ട്. പിന്നെ അവതാറിലെ നമ്മളുടെ രണ്ടാൾക്കാരും ഉണ്ട്. അങ്ങനെ അതിൻ്റെ അടുത്ത് നല്ല ഫോട്ടോ എടുത്ത് വീഡിയോസ് എടുത്ത് ഇങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരുന്നു. വലിയ ചൂടൊന്നും ഉണ്ടായില്ല, ഫാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെയെല്ലാം. അവിടെ വലിയ ചൂടൊന്നും ഉണ്ടായില്ല. പിന്നെ അവതാറിലെ സൗണ്ടില്ലേ, ആ മ്യൂസിക്കെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം കേട്ടിട്ട് ഇങ്ങനെ നടന്ന് നീങ്ങാൻ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളൊരു 3 മണി 3:30 സമയത്ത് എത്തിയതുകൊണ്ട് തന്നെ വലിയ തിരക്കുണ്ടായില്ല. കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കുന്നു, ഞങ്ങൾക്ക് എന്തായാലും അറിയായിരുന്നു. അതുകൊണ്ട് ഇവിടത്തേക്ക് ഫസ്റ്റ് തന്നെ പോയി. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത ലൈറ്റിൻ്റെ സ്ഥലത്തേക്ക് പോകാൻ. കനകക്കുന്ന് കൊട്ടാരത്തിൽ ഓണത്തിൻ്റെ ലൈറ്റിംഗ് അല്ലേ. അങ്ങനെ അവതാറിൻ്റെ ആ സെക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് നിറയെ മീനിങ്ങനെ ബോക്സിലിട്ട് വെച്ചിട്ടുള്ളത്, അല്ല എക്വേറിയം ആക്കിയിട്ടുള്ളതുണ്ടായിരുന്നേ. അപ്പോൾ മീനുകളുടെ പണ്ടെല്ലാം അങ്ങനത്തെ കണ്ടിട്ടുണ്ട് കുറേ ഫെയറിൽ തിരുവനന്തപുരത്ത്. പിന്നെ കുറേ എലിക്കുഞ്ഞുങ്ങളെ കുഞ്ഞു കൂട്ടിനകത്തിട്ടിട്ടുണ്ട്. പിന്നെ ഓന്തുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ, കുഞ്ഞു മുള്ളൻപന്നി, പലതരത്തിലുള്ള കോഴികൾ, കാടാക്കോഴി, പിന്നെ സാധാരണ കോഴി, അങ്ങനെ പല സാധനങ്ങളും കുഞ്ഞു കുഞ്ഞു കൂട്ടുകളിൽ അടച്ചിട്ടിട്ടുണ്ട്. വലകളുണ്ട് ശ്വാസം കഴിക്കാനല്ല അവർക്ക്, പക്ഷേ കുഞ്ഞു കൂട്ടിനകത്ത് അവരെല്ലാം ഇട്ടിട്ടുള്ളത്. അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. കാരണം ഇങ്ങനെയൊരു കാര്യം ചെയ്യാൻ പാടില്ലല്ലോ, അത് ശരിയില്ല എന്ന് തോന്നി. പിന്നെ നിറയെ കൂട്, ഒരു സൈഡ് മൊത്തം കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിൽ പലതരത്തിലും വെറൈറ്റികളായിട്ടുള്ള തത്തക്കുട്ടികളാണുള്ളത്. നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷേ അവർക്കൊന്നും അത്ര സന്തോഷം മുഖത്തില്ലാത്തതുപോലെ എനിക്ക് തോന്നി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂട്ടിനകത്ത് അടച്ചിടുന്നത് കൊണ്ടായിരിക്കും. ഒരു കുഞ്ഞ് 4 വോളും അതിനകത്ത് നിന്ന് പറന്ന് കളിക്കാനോ ആക്കാനോ ഒന്നും അതിന് പറ്റില്ല. അത് പറക്കാൻ തന്നെ മറന്നു പോയോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഭാവിയിൽ എനിക്കൊരു തത്തേനെ വാങ്ങിക്കണം, വീട്ടിനകത്ത് നിർത്തിയിട്ട് വളർത്തണം നല്ല ആഗ്രഹം ഉണ്ടായിന്. ഇത് കണ്ട കുഞ്ഞല്ല, കുറച്ച് ഒരു മീഡിയം സൈസുള്ള 2 കോഴികളാണ്. അവർക്ക് നടക്കാൻ പോലും ആ ബോക്സിനകത്ത് സ്ഥലം ഉണ്ടായില്ല. അതവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ തത്തകളെല്ലാം നോക്കി പിന്നെ കുറേ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പലതരത്തിലുള്ള കോഴികളുണ്ടായിരുന്നു. ഭയങ്കര അവിടുന്ന് മണവും ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ പക്ഷികളെല്ലാം ഇരിക്കുമ്പോൾ പിന്നെ അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കണ്ടേ, അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ മണം ഉണ്ടാവില്ലേ. അത് കഴിഞ്ഞ് കുറച്ചും കൂടി അങ്ങോട്ട് എത്തിയപ്പോൾ തേന്ന് കിടക്കുന്ന കുറേ ടൈപ്പ് പൂച്ചകൾ. അവരും ഇതുപോലെ തന്നെ ബോക്സിനകത്ത് കൂട്ടിനടുത്ത് അടച്ചിട്ടുള്ളത്. അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ചിലത് ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട്. ചില പൂച്ചക്കുഞ്ഞുങ്ങൾ കാണാൻ നല്ല ഭംഗിയുള്ള പൂച്ചക്കുട്ടികളാണ്. പിന്നെ കുറേ ടയറിൻ്റെ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തെല്ലാം കുഞ്ഞു കുഞ്ഞു ജീവികളുണ്ടായിരുന്നു. പിന്നെ 2-3 ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, പാമ്പിനെയും കൊണ്ടും. പിന്നെ തത്ത, അങ്ങനെയുള്ള കഴുത്തിലൊക്കെ ഇട്ടിട്ട് നമുക്ക് തൊടാനൊക്കെ പറ്റും. അത് കഴിഞ്ഞ് ഫർണിച്ചറിൻ്റെ അതൊരു സെക്ഷനായിരുന്നു. പിന്നെ അടുത്തത് ഫർണിച്ചറിൻ്റെ സെക്ഷൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫാൻസി, പിന്നെ ഇതുപോലെ സ്റ്റേഷനറി, പണ്ടത്തെ ടൈപ്പില്ലേ, നൊസ്റ്റാൾജിക് ഫീലിംഗ് തരുന്ന പല സാധനങ്ങളും, പെൻസില്, പിന്നെ സ്കെയില്, പണ്ട് കാലത്തെല്ലാം നമ്മൾ കണ്ടതുപോലത്തെ. എൻ്റെ 90s ആണ് ഞാൻ. അപ്പോൾ ആ സമയത്തെല്ലാം ഉണ്ടാകുന്ന കുറേ സാധനങ്ങൾ ഇവിടെ കാണാൻ കിട്ടിയിട്ടുണ്ട്. മുമ്പ് ഇവിടെ തിരുവനന്തപുരത്ത് ഫെയർ വന്നേരം ഇതുപോലെയുള്ള സാധനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ വാങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 1-2 എണ്ണം. എൻ്റെ പിള്ളേർക്ക് ഇതുപോലെ ഒരുപാട് കളറുള്ള പെണ്ണ് കണ്ടപ്പോഴത്തേക്ക് അത് വേണമെന്ന് പറഞ്ഞു. ഒരാളയിൽ 4 കളറും ഒരാളയിൽ 5-6 കളർ 9 കളറും ഉണ്ട് തോന്നുന്നു. അങ്ങനെ അത് നമ്മൾ വാങ്ങി. അത് കഴിഞ്ഞ് ബുക്കിൻ്റെ അടുത്തേക്ക് പോയപ്പോഴത്തേക്ക് 2 ബുക്ക് വേണമെന്ന് പറഞ്ഞു, വാവക്ക് എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇളയാക്ക് അത് വാങ്ങി. പിന്നെ ഇവിടെ പോയപ്പോഴത്തേക്കും തേൻ മിഠായി വേണമെന്ന് പറഞ്ഞു. തേനും മിഠായി വാങ്ങി. തേനും മിഠായി അലുവ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അലുവ വേണമെന്നെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് വാങ്ങിയിട്ടില്ല. അങ്ങനെ തേൻ മിഠായിയെല്ലാം വാങ്ങി നമ്മൾ നടന്ന് നീങ്ങി കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ കളറൊന്നും ചേർക്കാത്ത പഞ്ഞിമിഠായി കണ്ട്. അന്നേരം വിചാരിച്ചൊരു പാക്കറ്റ് വാങ്ങിക്കാമെന്ന്. എനിക്കും പഞ്ഞിമിഠായി ഇഷ്ടം, പിള്ളേർക്കും ഇഷ്ടമാണ്. അവർക്ക് ഉണ്ടാക്കും ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മൾ വാങ്ങിക്കലും ഇല്ല, തിന്നലും ഇല്ല. അങ്ങനെ അത് വാങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മക്കൾക്ക് കളിക്കാനുള്ള സ്ഥലം എത്തിയപ്പോഴത്തേക്കും അവർ ഹാപ്പി. അവർക്ക് നിരങ്ങണം, കളിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഒച്ചെടുക്കുന്നുണ്ടായിന്. അപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്തു, അവിടെ ടിക്കറ്റ് എടുത്തിട്ട് അവരെ അകത്തോട്ട് കയറ്റി വിട്ടു. അവർ കുറേ നേരം അവിടുന്ന് നിരങ്ങിക്കൊണ്ട് കളിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളുടെ പുറത്തു നിന്ന് കാത്തു നിന്നു. കുറച്ച് വെയിലെല്ലാം ഉണ്ടായിനി, പക്ഷേ സാരില്ല, അവർ ഹാപ്പി, നമ്മൾ ഹാപ്പി.
നടന്നുകൊണ്ട് വരുമ്പോഴത്തേക്കും ഒരു വീഡിയോ എടുക്കാൻ മറന്നുപോയിനി. ഇതിൻ്റെ ഇടയിൽ ഫർണിച്ചറെല്ലാം കഴിഞ്ഞ് സ്റ്റേഷനറി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കുന്ന സ്റ്റാൾ ഉണ്ടായിരുന്നേ. അവിടെ നിറയെ ചിക്കൻ്റെ ഐറ്റംസും മുട്ടേൻ്റെ ഐറ്റംസും മീനിൻ്റെയും വെജിറ്റേറിയൻ ഐറ്റംസും പാനിപ്പൂരിയും പിന്നെ ജ്യൂസ് ഐസ്ക്രീം അങ്ങനെ പല സാധനങ്ങളും ഉണ്ടായിന്. ഞങ്ങൾ ഉച്ചക്ക് ഭക്ഷണം കഴിച്ച പാട് ഇറങ്ങിയതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും വിശപ്പുണ്ടായിട്ടില്ല. പിന്നെ ഐസ്ക്രീം വേണമെന്ന് പിള്ളേർ പറഞ്ഞു. ഞങ്ങൾ പോയിട്ട് ഐസ്ക്രീം വാങ്ങാൻ നോക്കുമ്പോഴത്തേക്ക് ചക്ക ഐസ്ക്രീമും മാങ്ങ ഐസ്ക്രീം എല്ലാം ഉള്ളത്. അപ്പോൾ അതൊന്നും പിള്ളേർക്ക് വേണ്ട, വാനിലയും ചോക്ലേറ്റ് എല്ലാം വേണ്ടതെന്ന് പറഞ്ഞു. അത് അവിടെ ഉണ്ടായിട്ടും ഇല്ല. അങ്ങനെ ഞങ്ങളത് വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കളിക്കാൻ വിട്ട്. നല്ല സംഭവമാണ്. കയറുന്നു, തുള്ളുന്നു, ചാടുന്നു. പിന്നെ കുറേ സംഭവങ്ങളുണ്ട്. ഓടിക്കാൻ തുടങ്ങിയില്ല. വൈകുന്നേരം ആകുമ്പോൾ ഓടിക്കുമായിരിക്കുമല്ലോ. ആകാശത്തൊട്ടിലും അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളെല്ലാം ഉണ്ട്. ആൾക്കാരങ്ങനെ വന്നു തുടങ്ങിയില്ല, ഭയങ്കര തിരക്കൊന്നും വന്നിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ ചെടികളും പൂക്കളെല്ലാം ഉണ്ടായിന്. നമ്മളെ ഓറഞ്ചിൻ്റെ ചെടി പിന്നെ ബത്തക്കേൻ്റെ ചെടി അങ്ങനെ പലതും ഉണ്ടായിനെ. അതെല്ലാം നോക്കിക്കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ കയറി പഞ്ഞിമുട്ടായി ഞങ്ങൾ മൂന്നാളും കൂടി തിന്നാൻ തുടങ്ങി. അങ്ങനെ തിന്നു. പിന്നെ ഏടി വരയ്ക്കാൻ പേപ്പറൊന്നും ഇല്ല അമ്മയെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈമിലും അമ്മേൻ്റെ കൈമിലുമാണ് പിള്ളേർ രണ്ടാളും കൂടി വായിക്കുന്നതല്ല വരക്കുന്നു. അവരോരോ കളറും പരീക്ഷിച്ച് നോക്കിയത് എൻ്റെ കയ്യിൽ കുത്തി വരഞ്ഞിട്ടിട്ട് വൃത്തികേടാക്കുന്നുണ്ട് എൻ്റെ കൈ. വീട്ടിൽ നിന്ന് ഇതുപോലത്തെ പണി ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പം പേപ്പർ ഇല്ലല്ലോ, അപ്പോൾ പിന്നെ കയ്യിൽ വരഞ്ഞിട്ടാണ്ട് വേറെ വഴിയില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചാൽ പോട്ടെ, സാരില്ല, അവരാഗ്രഹമല്ലേ, ഒന്നും പറ്റുന്നില്ല കൈമിലാക്കുമ്പോഴത്തേക്ക്. അങ്ങനെ അവനിങ്ങനെ വരഞ്ഞിട്ട് കുറേ നേരം കളിച്ചു. പിന്നെ ഞങ്ങളിപ്പം പോകുന്നത് കനകക്കുന്ന് കൊട്ടാരത്തിലേക്കാണ്. ആടെ കുറേ ലൈറ്റിൻ്റെ പരിപാടികളും പിന്നെ ഡ്രോണിനെ കൊണ്ട് ആകാശത്ത് എന്തൊക്കെയോ നല്ല ഭംഗിയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് കണ്ടു. അപ്പോൾ കനകക്കുന്നിലേക്കാണ് പോകുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് ഓണത്തിൻ്റെ സമയത്ത് കനകക്കുന്നിൻ്റെ സ്ഥലത്തേക്കെല്ലാം പോകുന്നത്. നമ്മൾ ഓണത്തിൻ്റെ സമയത്ത് എപ്പം നാട്ടിൽ കണ്ണൂർ പോക്കാന്ന്. ഇപ്രാവശ്യം പോയിട്ടില്ല. ഇപ്രാവശ്യം ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ വിചാരിച്ച എന്തായാലും പോയി നോക്കാം, കാണാൻ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ പോകാമെന്ന് വിചാരിച്ച് അവിടെ എത്തുമ്പോഴത്തേക്ക് എൻ്റെ അമ്മ ഭയങ്കര തിരക്ക്. കാർ എവിടെയോ വെച്ചിട്ട് നമ്മളിതാ നടന്നു പോകുന്നത്. നല്ല തിരക്കായിരുന്നു. ലൈറ്റ് കുറച്ചായിട്ട് മിന്നാൻ തുടങ്ങിയിട്ടുണ്ടായിനി. ആദ്യം തന്നെ ലൈറ്റ് ഇട്ട സമയത്തല്ല നമ്മൾ എത്തിയിനി. ഇത് ഞാൻ ലാസ്റ്റ് എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. ലൈറ്റ് പിന്നെയാണ് ഇട്ടത്. നമ്മളവിടെ ഒരു 5 മണിയാകുമ്പോൾ എത്തിയിനി. ലൈറ്റ് ഇട്ടത് 6 മണിക്കാണ്. നമ്മളവിടെ നിന്ന് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നടന്ന് കഴിയുമ്പോഴത്തേക്കാണ് ലൈറ്റെല്ലാം ഓണായിനി. ആദ്യം പോയപ്പോഴത്തേക്ക് ഇതിനെക്കാട്ടി നല്ല വെളിച്ചം ഉണ്ടായിനി. ഇത് വെളിച്ചം കുറവായിരുന്നു ഈ സമയത്ത്. ഇപ്പം ലൈറ്റൊന്നും അങ്ങനെ ഇട്ടിട്ടില്ല. നിറയെ പൂക്കളെല്ലാം ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിനി. പിന്നെ സൈഡിൽ നിന്ന് കുറേ കുഞ്ഞുങ്ങൾ നിരങ്ങുന്നെല്ലാം ഉണ്ടായിനി. അവിടെ കുന്നുപോലെ ഉണ്ടല്ലോ ആടുന്ന്. പിന്നെ വലിയൊരു സൺഫ്ലവറിൻ്റെ ഒരു നല്ല ഭംഗിയിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത്. ഇവിടുന്ന് നിറച്ചും പൂക്കളെല്ലാം ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ നല്ല രസം ഉണ്ടാവുമായിരുന്നു. ഇതിപ്പോൾ ആൾക്കാരെല്ലാം ഉണ്ടെങ്കിൽ എങ്ങനെ ഫോട്ടോ എടുക്കും എങ്ങനെ വീഡിയോ എടുക്കുന്നില്ല എനിക്കൊരു സംശയം ഉണ്ടായിനെ. പിന്നെ മോൻ എന്ത് പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങി കളിക്കണം, ഇത് സ്ലൈഡ് ചെയ്യേണ്ട എന്തോ ഒരു സാധനമാണെന്ന് അവൻ്റെ വിചാരം. പക്ഷേ ഓൻ്റെത് മാത്രമല്ല, എല്ലാ കുഞ്ഞുമക്കളും ഇവിടുന്ന് മുകളിൽ കയറി പോകുന്നു, സ്ലൈഡ് ചെയ്ത് താഴത്തേക്ക് എത്തുന്നു. എല്ലാവരും പരിപാടി ഇതാ. അപ്പോൾ ബാക്കിയുള്ള കുഞ്ഞുങ്ങളെല്ലാം കാണുമ്പം മക്കൾക്കും വരുമല്ലോ എന്തായാലും ആഗ്രഹം. അപ്പോൾ ഞാൻ പറഞ്ഞു പൊയ്ക്കോ. അങ്ങനെ മോനവിടെ കയറിപ്പോയി. മുകളിലോട്ട് കയറുന്നു, താഴോട്ട് വരുന്നു, മുകളിലോട്ട് കയറുന്നു, താഴോട്ട് വരുന്നു. കണ്ണിലൊക്കെ പൊടിയാവുന്നു, മേത്തൊക്കെ പൊടിയാവുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഇൻട്രസ്റ്റോട് കൂടി കളിക്കുന്നു. അമ്മയും വാ, അമ്മയ്ക്കൊന്ന് ഇറങ്ങാന്നെല്ലാം പറഞ്ഞു ഞാൻ എന്നോട്. അഥവാ ഞാൻ ഉരുണ്ട് കെട്ടി തായിൽ വീണിട്ടുണ്ടെങ്കിൽ വെച്ചിട്ട് ഞാൻ പോയിട്ടില്ല. അങ്ങനെ എൻ്റെ മക്കൾ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. വേറെയും കുറേ കുഞ്ഞുമക്കൾ ഇറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നടന്ന് നീങ്ങി അപ്പോഴത്തേക്കും ലൈറ്റെല്ലാം കത്തിച്ച് തുടങ്ങി. കുറച്ചും കൂടി ഇരുട്ടാകുമ്പോൾ കാണാൻ ഭംഗി. പക്ഷേ ഇപ്പം തന്നെ നല്ല തിരക്ക് വരുന്നുണ്ട്. വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ലെങ്കിൽ പിള്ളേരെയും കൊണ്ട് ഞങ്ങളുടെ സ്റ്റക്കാവും എന്നുള്ള കാര്യം നമുക്കറിയാം. പിള്ളേർക്കാണെങ്കിൽ കുറച്ച് ചൂട് കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ കയ്യാണ്ടാവുകയും ചെയ്യും. കുറേ സമയമായില്ലേ വന്നിട്ട് എന്നെല്ലാം പറയാൻ തുടങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ അവിടെ നിന്നിട്ട് ഓരോ ലൈറ്റിൻ്റെ ഭാഗങ്ങളെല്ലാം ഞങ്ങൾ നോക്കാൻ തുടങ്ങി. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ വില്ലുപാട്ട് ആദ്യമായിട്ടാണ് നമ്മൾ കാണാൻ പോകുന്ന വില്ലുപാട്ട്. അപ്പോൾ എന്തായാലും നല്ല കിരീടമൊക്കെ ധരിച്ചിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. കേരള വിനോദസഞ്ചാര വകുപ്പ് ഓണാഘോഷം 2025 ഞങ്ങൾക്കൊരു കലാമേള അവതരിപ്പിക്കുന്ന അവസരം ഉണ്ടാക്കി തന്ന സംഘടന സമിതിക്കും പലരുടെയാണ് ഇദ്ദേഹത്തെ
എല്ലാം വീഡിയോ എടുത്തില്ല, കാരണം കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഭാഗങ്ങളെടുത്ത് അത് കഴിഞ്ഞ് കുറച്ച് നേരം കേട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ എണീറ്റ് നടന്നു. അപ്പം നമുക്കിനി പോകാനുള്ള സമയമായി എന്ന് നമുക്ക് മനസ്സിലായി. ഇരുട്ടാവുന്നുണ്ടായിരുന്നു, തിരക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് വേഗം പോകാമെന്ന് പറഞ്ഞു, കാരണം ഫുൾ ബ്ലോക്കായി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് പോക്കും ഉണ്ടാവില്ല. അങ്ങനെ പിള്ളേരെല്ലാം ഓടി കളിക്കുന്നുണ്ടായിനി. ലൈറ്റ് കത്തിച്ച് എല്ലാ ഭാഗവും കാണേണ്ട വെച്ചിട്ട് ഞങ്ങൾ മുകളിൽ ഭാഗത്തെല്ലാം പോയി. ഇവിടെ നിറയെ എന്തൊക്കെയോ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു, മറ്റേ സദ്യയുടെയും പിന്നെ കഥകളിയുടെയും അങ്ങനെ പലതും തൂക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. തിരുവനന്തപുരത്തുള്ളവരാണെങ്കിൽ എന്തായാലും കാണാണ്ട് മിസ്സാക്കേണ്ട ഒരു സംഭവമായിരുന്നേ. നാളെയാണല്ലോ കലാശക്കൊട്ട് ഓണത്തിൻ്റെ. എന്തായാലും സംഭവം അടിപൊളി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി. റോഡിൽ ഫുൾ കുറേ സ്ഥലം, കുറേ ഏരിയ വരെ ഇതുപോലെ നിറയെ ലൈറ്റ് വെറ്റിയിട്ടുള്ളത്. വേറെ ഏതൊരു സ്വപ്ന ലോകത്ത് പോയതുപോലെ ഉണ്ടാകും രാത്രിയെല്ലാം ആകുമ്പോൾ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിൽ എത്താൻ തന്നെ കുറച്ച് സമയം എടുത്തിന്, കാരണം തിക്കും തിരക്കും വരാൻ തുടങ്ങി. കുറേ ആൾക്കാർ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മോന് ബലൂൺ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവന് ബലൂൺ വാങ്ങിക്കൊടുത്തു. മറ്റേ ലൈറ്റ് കത്തുന്ന ബലൂണില്ലേ, നല്ല രസമുള്ള അങ്ങനത്തെ ബലൂൺ വാങ്ങിക്കൊടുത്തു. അതിപ്പം വന്ന് തോന്നുന്നു, കുറച്ച് കാലമായിട്ടുള്ളൂ ഞാൻ അങ്ങനത്തെ ബലൂൺ കാണാൻ തുടങ്ങിയിട്ട്. പിന്നെ ഞങ്ങൾ പാർക്ക് ചെയ്ത സ്ഥലത്തും അവിടെയെല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ബലൂൺ. അതിനൊരു സ്വിച്ച് അമർത്തിയിട്ടുണ്ടെങ്കിൽ പലതരത്തിലും മിന്നി ലൈറ്റ് കത്താൻ തുടങ്ങും, അങ്ങനത്തെ സാധനം. അവന് പിന്നെ ബലൂൺ കണ്ടാൽ പിന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് പാർക്കിംഗ് ഏരിയയിലെത്തി. പിന്നെ അവിടെയും കുറേ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിനി, അതെല്ലാം നോക്കി നടന്ന്. പിന്നെ തിരുവനന്തപുരത്ത് ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും അടിപൊളിയായിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയില്ലായിരുന്നു. ഇത്രയും ലൈറ്റുകളെല്ലാം ഫിറ്റ് ചെയ്തിട്ട് ഇത്രയും നല്ല അലങ്കരിച്ചിട്ടുണ്ടാവും എന്ന് ആദ്യമായിട്ടാണ് മനസ്സിലാവുന്നത്. അപ്പം നിങ്ങൾ തിരുവനന്തപുരത്തുള്ളവരാണെങ്കിൽ എന്തായാലും കാണാനൊന്നും പോകാതിരിക്കരുത്, കാണണം, കണ്ടിരിക്കേണ്ടതാണല്ലോ ഇത്. തിരക്കെല്ലാം വരുന്നതിന് മുമ്പ് പോയി കണ്ടാൽ അത്രയും നല്ലത്. കുഞ്ഞുങ്ങളെല്ലാം കൂട്ടിയിട്ട് പോകുമ്പോൾ കുറച്ച് തിരക്ക് ഒഴിവാക്കിയിട്ട് പോകുന്നതാണ് നല്ലത്. അപ്പോൾ കുറച്ചും കൂടി രാത്രിയാകുമ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞങ്ങൾ വണ്ടി കയറി ഒരു സ്വപ്ന ലോകത്തിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുന്നത് പോലെ യാത്ര ചെയ്തു. നല്ല രസമുണ്ട് അതിന് കാണാൻ വേണ്ടിയിട്ട്. പുറത്ത് നല്ല രാത്രിയാകുമ്പോൾ അടിപൊളിയായിരിക്കും. തിരക്കാണെങ്കിൽ നല്ല തിരക്ക്, കുറേ നേരം ആൾക്കാരെല്ലാം ക്യൂ നിന്നു ഇത് കഴിഞ്ഞിട്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര തിരക്കാന്ന് പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്ക്. അപ്പോൾ അത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. പിന്നെ ഇതുപോലെ ഇനിയുള്ള വീഡിയോസും പല വ്ളോഗുകളും വരുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണേ. ടാറ്റാ, ബൈ ബൈ. എല്ലാവരും ഓണം അടിപൊളിയല്ലായിരുന്നോ? അത് ചോദിക്കാൻ മറന്നുപോയി. അടിപൊളിയായിട്ട് എല്ലാവരും ഓണം ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.